അവർ സൂചിപ്പിച്ചതുപോലെ ഈ മഴക്കാലത്ത് ഡെലിവറി ചെയ്താൽ അതിന് സ്പെഷ്യൽ ഇൻസെൻറ്റീവ് ഉണ്ട്. പക്ഷേ ചൂട് കാലത്ത് അത്തരം ഒന്നും കമ്പനികൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യില്ല. പക്ഷേ ജോലി ചെയ്യാൻ പണം കിട്ടാൻ ഈ തൊഴിലും ഈ വെയിലത്തും പണിയെടുത്തേ പറ്റൂ. അതാണ് അവരുടെ സാഹചര്യം സൂചിപ്പിച്ചത്. മറ്റൊരു തൊഴിൽ മേഖലയെ കൂടി നോക്കാം. നമുക്കറിയാം, ഈ തെരുവോര കച്ചവടക്കാർ സ്വാഭാവികമായും അവർക്ക് ആൾക്കൂട്ടം ഉണ്ടാകുമ്പോൾ അവരെ ആകർഷിക്കുന്നതിന് വേണ്ടി സജീവമായി തൊഴിലെടുത്തുണ്ടാവേണ്ടതാണ്. അവർക്കും ഈ ചൂടും കാലാവസ്ഥ മാറ്റം ഒന്നും അവരെയും ബാധിക്കുന്നില്ല. അവരും തൊഴിലെടുക്കേണ്ടി വരുന്നു ഈ ദുർഘട സാഹചര്യത്തിലും. എന്താണ് കൊച്ചിയിലെ അവരുടെ കാഴ്ച നോക്കാം. ചൂട് കൂടുകയാണ്. സർക്കാർ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വെക്കാറുണ്ടെങ്കിലും അത് പാലിക്കപ്പെടാൻ പറ്റാത്ത ഒരു വിഭാഗത്തിനിടയിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. കൊച്ചിയിലെ വഴിയോര കച്ചവടക്കാർ ഒരു ദിവസം കച്ചവടം നടത്തിയില്ലെങ്കിൽ, ജോലിക്കിറങ്ങിയില്ലെങ്കിൽ ജീവിതം തന്നെ മുട്ടിപ്പോകുന്ന ഒരു വിഭാഗം. നമുക്ക് കൂടുതൽ ചോദിക്കാം അവരോട് തന്നെ. ചൂടിപ്പോ ഭയങ്കര കൂടുതലാണ്, ഇരിക്കാൻ പറ്റുന്നില്ല. കച്ചവടവും വളരെ മോശവും. മൊത്തത്തിൽ ഇവിടെ എല്ലാവർക്കും കച്ചവടം വളരെ മോശവും. കഴിഞ്ഞ ആഴ്ചയൊക്കെ വളരെ മോശമായിരുന്നു. പിന്നെ കടലിൽ നിന്നുള്ള കാറ്റ് ഇടക്കിടക്ക് ഉണ്ട്, അതൊരു ആശ്വാസമാണ്. ഒരു 39-40 ഡിഗ്രി ചൂടുണ്ട് ഇപ്പോ നിലവില്. കഴിഞ്ഞ പ്രാവശ്യക്കാലം ചൂട് കൂടുതലാണ്. ചൂടെന്ന് പറഞ്ഞാൽ ചില്ലറ ഒരു ചൂടല്ല, താങ്ങാൻ പറ്റാത്ത ചൂടല്ല. വെയിലൊക്കെ വന്ന് സാധനം വിറ്റണ്ടിരുന്നാണ്. ഇപ്പം അങ്ങനെ അടുക്കാൻ പറ്റുന്നില്ല. 5:30 മണി വരെ ചൂട് ഇങ്ങനെ തന്നെ നിൽക്കുക. മുമ്പ് അടുത്ത ആലിൻ്റെ ഒന്നൊരു ചെറിയ കാറ്റൊക്കെ വന്നുകൊണ്ട് അങ്ങനെ നിൽക്കണം മാത്രമേ ഉള്ളൂ. അപാര ചൂടാണ്. സാധാരണക്കാരെ കൊണ്ട് ഇങ്ങനെ പണിയെടുക്കാണ്ട് ജീവിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ നമ്മൾ പണിസ്ഥലത്ത് വന്നിട്ട് ഈ സമയത്ത് ഒരു 2 മണിക്കൂർ ആയാലും അത് ആ പണിയെടുക്കുന്ന ആള് പറയണ കയറി നിൽക്കുന്നു പറഞ്ഞു. അവര് കാശ് വന്ന് വെച്ചിട്ട് നമ്മളോട് കയറി നിൽക്കാൻ പറയൂ. സർക്കാർ പറയുന്നത് അവരുടെ കാര്യങ്ങളാണ്. ചൂട് അപാര ചൂട്, ഒറ്റ ആരും മാർക്കറ്റ് വന്നില്ല. ചൂട് ഭയങ്കര ചൂടാണ്. ആവിയോണ്ടേ ഭയങ്കര ഇതാണ്. ഒരു രക്ഷയില്ല. കണ്ണ് വഞ്ചി പോണ്, കണ്ണൊക്കെ സാധനം അടഞ്ഞു പോണ്. കാലത്ത് ഒരു 10 മണി കഴിഞ്ഞ പിന്നെ ആരും പുറത്തേക്ക് ഇറങ്ങണില്ല. ഒരു 5 മണി കഴിഞ്ഞിട്ട് പിന്നെ ഇറങ്ങണം. അത് പാലിക്കാൻ പറ്റുന്ന സാധാരണക്കാർക്ക് പറ്റൂല. അത് എന്നാൽ അവർക്ക് വേണ്ട ആനുകൂല്യങ്ങളൊന്നും കൊടുക്കൂല. ഏതെങ്കിലും സ്ഥാപനത്തിൽ ജോലി ചെയ്യണവന് അങ്ങനെ നിൽക്കാൻ പറ്റുമോ? 1200 രൂപ കൂലിയുടെ ഒരു കൽപ്പണിക്കാരന് അങ്ങനെ മാറി നിൽക്കാൻ അവർ സമ്മതിക്കുക? ചൂട് നല്ല ചൂടാ. ചൂട് ഇപ്പോൾ പൊതുവെ കൂടുതലാണ്. ചൂട് നല്ല ചൂടാണ്. എത്ര ഡിഗ്രി അറിയില്ല, നല്ല ചൂടാണ്. ഉച്ചക്ക് 11 മണിയൊക്കെ 10:30 15 മണി ചൂട് 4 മണി വരെ അങ്ങനെ നല്ല ചൂടാ. ചൂട് നല്ല ചൂടാ. പണിയെടുക്കാൻ ബുദ്ധിമുട്ടൊന്നും നോക്കിയിട്ട് കാര്യമില്ല. അപ്പൊ വീട്ടിൽ അരിമേടിക്കില്ല. ഫുൾ സ്ലീവ് ഡ്രസ്സൊക്കെ ഇടാം. പിന്നെ അധികം വെയിലത്തിറങ്ങാതിരിക്കണം നല്ലത്. ഭയങ്കര ചൂടാ. അത് ഭയങ്കര ചൂടാ, സഹിക്കാൻ പറ്റാത്ത ചൂടാ. സൺസ്ക്രീൻ ഇടാറുണ്ട്, കൊട എടുക്കാറുണ്ട്. അല്ലാതെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. ചൂടാ. അപ്പൊ ആൾക്കാർക്ക് പുറത്തിറങ്ങാതെ വേറെ വഴിയില്ലല്ലോ. പൊള്ളുന്ന ചൂടിലും വാടിത്തളരാതെ അവരുടെ ഉപജീവനത്തിനൊപ്പം നീങ്ങുകയാണ് കൊച്ചിയിലെ വഴിയോര കച്ചവടക്കാർ. ബ്രോഡ്വേയിലെ മാർക്കറ്റിൽ നിന്നും ക്യാമറാമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആജ്ഞ രവീന്ദ്രൻ, ന്യൂസ് 18 കൊച്ചി. ഇന്നലെ തയ്യാറാക്കിയ റിപ്പോർട്ടിനാണിത്. സ്വാഭാവികമായും ഇന്ന് ഞായറാഴ്ചയാണ്. ഞായറാഴ്ച ബ്രോഡ്വേ അടക്കമുള്ള ഇടങ്ങളിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഇടമാണ്. ഈ തിരക്ക് ആളുകൾ വരുന്നതുകൊണ്ട് തന്നെ കച്ചവടക്കാർ കൂടുതൽ സജീവമാണ്. ആജ്ഞ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആജ്ഞ, ഇന്നലെ ചെന്ന ഇടത്ത് തന്നെയാണോ ആജ്ഞ ഇന്ന് എത്തിയിരിക്കുന്നത്? എന്താണ് അവിടുത്തെ സാഹചര്യം? നമുക്ക് എങ്ങനെ വ്യക്തമാക്കാം അവരുടെ സാഹചര്യത്തെ? സജിത്, ഇന്നലെ നമ്മൾ പഴം പച്ചക്കറി മാർക്കറ്റിലായിരുന്നു എത്തിയിരുന്നത്. അത് സ്വാഭാവികമായും ആൾത്തിരക്കുണ്ടാകുന്ന ഒരു ഇടമാണ്. പക്ഷെ ഇന്ന് ഞായറാഴ്ച ഇവിടെ ഈ തുണിയും ഒക്കെ വിൽക്കുന്ന വഴിയോര കച്ചവടക്കാർക്കിടയിലാണ്. ഞായറാഴ്ച ഇവിടെ ബ്രോഡ്വേയിൽ സാധാരണയിലും കവിഞ്ഞ തിരക്കുണ്ടാവാറുണ്ട്. വഴിയോര കച്ചവടക്കാരുടെ എണ്ണവും കൂടാറുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇന്ന് രാവിലെ മുതൽ മഴയുടെ ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ട്. അതിന്റെ ഹ്യൂമിഡിറ്റിയും പിന്നെ ഈ മഴ പെയ്യാതിരിക്കുകയും അന്തരീക്ഷ താപം മാറുന്നതിൻ്റെയും ഒക്കെ അനുസരിച്ചിട്ട് ഭയങ്കര ചൂടാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് നിൽക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ്. എന്നാൽ മഴ പെയ്യുന്നൊരു ലക്ഷണം കൂടിയുണ്ട്. പക്ഷേ ഇത് ഈ നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണാം, വലിയ കുടകൾ വെച്ചിട്ടാണ് അവർ ചൂടിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഈ ഒരു ദിവസം അവരെ സംബന്ധിച്ചിട്ട് വലിയ കച്ചവടം നടക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു ഇടമാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഞായറാഴ്ച അവർക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. പക്ഷേ ചൂട് വലിയ തോതിൽ കൂടുകയാണ്. ഇവിടെ നിൽക്കുന്നവരൊക്കെ ഇങ്ങനെ വെള്ളം കോരി ഒഴിച്ചതുപോലെ വിയർക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് അവരുടെ കച്ചവടം മുന്നോട്ട് കൊണ്ടുപോയേ പറ്റുള്ളൂ. ചേട്ടാ,
ഈ ചൂട് കാലത്ത് എങ്ങനെയുണ്ട് കച്ചവടം? എങ്ങനെയുണ്ട് കച്ചവടം? വളരെ മോശമാണ് ചൂടുകൊണ്ട്. സൈറ്റ് നമുക്ക് ചേട്ടനെ കണ്ടാൽ തന്നെ അറിയാം, കാരണം ചൂടിന്റെ ഒരു മുഴുവൻ ഇന്റൻസിറ്റിയും അതിൽ നമുക്ക് വ്യക്തമായിട്ട് അറിയാനുണ്ട്. 10 രൂപ കേട്ടോ. എങ്ങനെ കച്ചവടം? ഭയങ്കര മോശമാണ്. ഭയങ്കര മോശം, ചൂട് ഭയങ്കര മോശം. വൈകുന്നേരം ആകുമ്പോൾ തന്നെ ആൾക്കാർ ഇറങ്ങുന്നത് തന്നെ. സാധാരണ ഞായറാഴ്ച ദിവസം തിരക്കുണ്ടാവാറുണ്ട്. ചൂട് കുറവായിരുന്നു, പക്ഷെ ഇപ്രാവശ്യം ഭയങ്കര ചൂടാണ്. ഈ വേനലിൽ ഭയങ്കര ചൂട്, ഒട്ടും രക്ഷയില്ല. ഭയങ്കര മോശമാണ്. നമുക്ക് കഴിയുമ്പോൾ ഉച്ച കഴിയുമ്പോൾ തന്നെയാണ് ആൾക്കാർ വരുന്നത്, വെയിൽ ആറി കഴിഞ്ഞ് കഴിയുമ്പോൾ. സാധാരണ സമയത്തൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ടാവാറുള്ളതാ. അപ്പോൾ നിങ്ങൾ തന്നെ കാണാനല്ലേ, ഒട്ടും തിരക്കില്ല. ഈ 11 മണി മുതൽ 3 മണി വരെയുള്ള വെയിൽ കൊള്ളരുതെന്നൊക്കെ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട്. അതിനെ പ്രതിരോധിക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ടോ? കുടിക്കോ അല്ലെങ്കിൽ കുട ഉപയോഗിക്കോ, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ? ഈ ഒരു സംവിധാനം മാത്രമാണ് ചെയ്യുന്നത്. ഞായറാഴ്ച മാത്രമേ കുട വെക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത ദിവസം വെച്ചിട്ടുണ്ടെങ്കിൽ കടക്കാർ കംപ്ലൈന്റ് ഉണ്ടാവും. കാരണം ഞായറാഴ്ച ഓക്കെയാണ്, കുഴപ്പമില്ല. കച്ചവടം കട ബ്ലോക്ക് ആകുന്നുണ്ട്. ഉച്ച കഴിയുമ്പോഴത്തേക്ക് വെയിലാറും, അപ്പോഴാണ് കച്ചവടം കിട്ടുന്നത്. ആളില്ല, തീരെ ആളില്ല. ഒരു 3 മണി കഴിഞ്ഞിട്ടാണ് ആളിറങ്ങുന്നത്. അപ്പോഴേ വെയിലാറും. ഭയങ്കര വെയിലാണ്, ഭയങ്കര വെയിലാണ്. ഞങ്ങളിപ്പോൾ ഒരു 12 മണിയാകുമ്പോൾ സാധാരണ ദിവസം ഞായറാഴ്ച അല്ലാത്ത ദിവസം മൂടും. എന്നിട്ട് 3 മണിയൊക്കെ തൊട്ടാണ് കച്ചവടം ചെയ്യുന്നത്. മഴക്കാലം പിന്നെ മഴ വരുമ്പോൾ അപ്പം തന്നെ ഷീറ്റിട്ട് മൂടിക്കഴിഞ്ഞാൽ മഴ മാറി കഴിയുമ്പോഴത്തേക്ക് ഇതാവും. എന്നാലും കുഴപ്പമില്ല, ആളുണ്ടാവും. വെയിലാകുമ്പോൾ ആരുമില്ല, പിള്ളേരൊക്കെ ഇട്ട് തന്നെയല്ലേ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതാണ് സജിത്ത് അവസ്ഥ. ഇതാണ് കാരണം നമുക്ക് ഇവിടെയുമുണ്ട് കുറച്ച് കച്ചവടക്കാർ. ഇവിടുത്തെ മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കൂടുതലും അതിഥി തൊഴിലാളികളാണ് ഇവിടെ കച്ചവടം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അവർ പലരും ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ നിർമ്മാണ മേഖലയിലാണെങ്കിൽ പോലും ഇതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കൂടുതൽ അവർ അനുഭവിക്കുന്നുണ്ട്. നിന്നാൽ പോലും ഇവിടെ ഏറിയ ഭാഗവും അവരാണെങ്കിൽ പോലും മലയാളികളും കച്ചവടത്തിനുണ്ട്. അവരുടെ ഉപജീവനം ഇതൊക്കെ തന്നെയാണ്. ചേട്ടാ, ചൂട് കൂടുതൽ എങ്ങനെ ബാധിക്കും? നല്ല നന്നായിട്ടുണ്ട്. കച്ചവടം മോശമാണ്. ഞായറാഴ്ച മാത്രമേ കച്ചവടം ചെയ്യാറുള്ളൂ? അല്ലല്ല, സ്ഥിരമുണ്ട്. ഞായറാഴ്ചയാണ് കൂടുതലുണ്ട്. പകല് ഇട ദിവസമൊക്കെ ഞങ്ങൾ മൂടിയിടും, ഉച്ചയ്ക്ക് ശേഷം തുറക്കും. ഉച്ചയ്ക്ക് ശേഷം പിന്നെ 3 മണി കഴിഞ്ഞിട്ട്. 3 മണി കഴിഞ്ഞ്. ഈ ചൂട് കൂടുതൽ ഈ ഒരു കുട വയ്ക്കുന്ന ഒരു ഇത് മാത്രമല്ല ഉള്ളൂ. വെള്ളം കുടിക്കലും ഒക്കെ കൃത്യമായിട്ട് ഇപ്പൊ 3 കുപ്പി വെള്ളം കഴിഞ്ഞു. ചേട്ടൻ എന്ത് പറയുന്നു? ചേട്ടന്റെ എവിടെയാണ് ചേട്ടന്റെ വീട്? പൂക്കാട്ടുപടി. ഇവിടെ ദിവസവും കച്ചവടം ചെയ്യാറുണ്ട്? കൊടയൊക്കെ എല്ലാ ദിവസവും വെക്കാൻ പറ്റില്ല, കടകളുള്ള ഞായറാഴ്ച മാത്രം വെക്കും. ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം വെയിലത്ത് നിന്ന് തന്നെ കച്ചവടം ചെയ്യും. മൂടിയിടും ഞങ്ങൾ. ഒരു 12 മണിയാകുമ്പോൾ മൂടിയിട്ട് പിന്നെ ഒരു വെയിൽ പോകുമ്പോൾ ഈ കെട്ടിടത്തിന്റെ ഒരു മറവ്. ശരി, അല്ലാതെ ഈ കച്ചവടത്തിനെ ഭയങ്കരമായി ബാധിച്ചിട്ടുണ്ട്. അതെ, കച്ചവടം കുറവാണ്. അത് തന്നെയാണ് അവസ്ഥ. കാരണം പകല് സമയങ്ങളിൽ ഇവിടെ അവർക്ക് ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ കച്ചവടം ചെയ്യാൻ ഈ കുട വയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞായറാഴ്ച ദിവസം മാത്രമാണ്. ഞായറാഴ്ച ദിവസത്തെ അവസ്ഥയും ഇത് തന്നെയാണ്. 11 മുതൽ 3 വരെ ആളുകൾ ജാഗ്രതാ നിർദ്ദേശം കൂടുതലും പേര് പാലിക്കുന്നുണ്ട് തോന്നുന്നു. അതിന്റെ ഭാഗമായിട്ട് ആളുകൾ ഇങ്ങോട്ട് വരുന്നത് കുറയുന്നുണ്ട്. അതിനനുസരിച്ച് അവരുടെ ബിസിനസ് കുറയുന്നുണ്ട്. അവർക്ക് ഈ പറഞ്ഞതുപോലെ ഈ ജാഗ്രതാ നിർദ്ദേശത്തിനനുസരിച്ചിട്ട് വീടുകളിൽ ഇരിക്കാൻ പറ്റുന്ന സാഹചര്യവുമല്ല. ആകെ തണലുള്ളത് ഈ കുട മാത്രമാണ്.